സെക്സ് ചെയ്യുമ്പോൾ ലൂബ് എന്നുള്ള ഒരു സംഭവം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. ചില ആളുകൾ പറയും നേച്ചുറൽ ആയിട്ട് അവിടെ ലൂബ് വരുന്നുണ്ട്, രണ്ടുപേര് തമ്മിൽ ബന്ധപ്പെടുമ്പോൾ അവിടെ ലൂബ് ഉണ്ടാവുന്നുണ്ട് എന്ന് പറയും. ചിലർക്ക് ലൂബ് ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഭയങ്കര ഹാർഡാണ്, അല്ലെങ്കിൽ ഭയങ്കര വേദനയാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ മാർക്കറ്റിലാണെങ്കിലും മെഡിക്കൽ ഷോപ്സിലാണെങ്കിലും ലൂബ്രിക്കൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ശരിക്കും ഈ സെക്സ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നേച്ചുറൽ ലൂബ് മതിയോ അതോ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഈ ലൂബ്രിക്കൻസ് വേണോ? നമുക്ക് നാച്ചുറൽ ലൂബ് നമ്മുടെ ബോഡിയിലുണ്ട്. പക്ഷെ ആ ലൂബ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അറൗസൽ സ്റ്റേജിലേക്ക് ഫീമെയിൽ എത്തണം. കാരണം അവളുടെ ആ ഒരു സെൻസറി ഓർഗനിൽ നിന്നും അങ്ങനെ ഒരു വെള്ളം പോലെ ഇങ്ങനെ പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിസ്ചാർജ് ആണത്. അപ്പം ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സെക്സ് ചെയ്യാനും നമ്മുടെ പെനീസിനെ സ്വീകരിക്കാനും തയ്യാറ രീതിയിൽ ഒരു ഫ്ലെക്സിബിൾ ആക്കി എടുക്കുകയാണ് ആ ഒരു ഇതിൽ ചെയ്യുന്നത്. ഒരു ഏർലി സ്റ്റേജിൽ നേരത്തെ പറഞ്ഞ 20 ആ ഒരു 30 സ്റ്റേജിലൊക്കെ നല്ല പോലെ ലൂബ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ ലൂബ് കുറേ നേരം നീണ്ടിക്കണമെന്നില്ല, കുറച്ച് കഴിയുമ്പോൾ ഡ്രൈ ആവുന്നു വരാം. ചിലപ്പോൾ നമുക്ക് സെക്ഷൽ പ്ലഷർ ഉണ്ടെങ്കിലും ചിലർക്ക് ലൂബ് ഇല്ലാത്ത അവസ്ഥയും വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അവർക്ക് സെക്ഷൽ പ്ലഷർ ഇല്ല, അറൗസൽ ഇല്ല എന്നല്ല. കുറച്ച് പേർക്ക് ലൂബ്രിക്കേഷൻ കുറഞ്ഞു പക്ഷെ അറൗസൽ ഉണ്ടാവുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു ഈ നാച്ചുറൽ ആയിട്ടുള്ള വാട്ടർ ബേസ്ഡ് ലൂബ്രിക്കൻ്റ് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു പ്രശ്നം എന്ത്, മെനോപോസ് സ്ത്രീകളിൽ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു നേരത്തെ പറഞ്ഞ 40s കഴിയുന്ന സ്ത്രീകളിൽ ഈ പഴയ ആ ഇയർലി ഈ 20-ലും 30-ലും പോലെയുള്ള ലൂബ്രിക്കേഷൻ അവിടെ ഉണ്ടാവില്ല. ലൂബ്രിക്കേഷൻ കുറഞ്ഞു വരുന്നൊരവസ്ഥയുണ്ടാവും. അപ്പോൾ എന്ത് പറ്റും, അവിടെ ഡ്രൈനെസ് സൃഷ്ടിക്കപ്പെടും. ഡ്രൈനെസ് സൃഷ്ടിക്കപ്പെടുന്ന സമയത്ത് ഒരു ഡിസ്കംഫർട്ട് ആവും, ചിലപ്പോൾ ഒരു പെയിൻ ഫീൽ ചെയ്യുക അല്ലെങ്കിൽ കംഫർട്ട് ഫീൽ ചെയ്യില്ല. മെനോപോസിലും ഇത് തന്നെ അവസ്ഥ. മെനോപോസിൽ കാരണം അവർക്ക് ഈസ്ട്രോജൻ്റെ പ്രൊഡക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ് ഡ്രൈ ആയിട്ടിരിക്കുന്ന അവസ്ഥയുണ്ടാവും. അപ്പോഴും ലൂബ് നമുക്ക് അത്യാവശ്യമായിട്ട് വരും. ഇങ്ങനെയാണ് ലൂബ് ഉപയോഗിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ മിക്കവർക്കും അത് ആവശ്യം വരുന്നില്ല. ആവശ്യം വരുന്ന ആളുകൾക്ക് മാത്രം ലൂബ് ഉപയോഗിച്ചാൽ മതി. ലൂബ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഉപയോഗിക്കണം. വാട്ടർ ബേസ്ഡ് ഉപയോഗിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞിട്ട് അത് ഫുള്ളി അബ്സോർബിൾ ആണ്, ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നില്ല. മറ്റേതാണെങ്കിൽ ചിലപ്പോൾ ഇറിറ്റേഷൻ ഉണ്ടാക്കും. ഇത് വജനയുടെ അകത്ത് പോയാലും അബ്സോർബിൾ ആണ്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മോർ വാട്ടർ ബേസ്ഡ് ആയതുകൊണ്ട് സേഫ് ആണ്. പിന്നെ ഈ വാട്ടർ ബേസിന് വേറൊരു ഗുണം, കോണ്ടം യൂസ് ചെയ്യാവുന്നതാണ് ഇതിൽ. മറ്റേതിലൊക്കെ കോണ്ടം യൂസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ വാട്ടർ ഇതാണ് ഏറ്റവും മാർക്കറ്റിൽ വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ളത് ഇഷ്ടംപോലെ അവൈലബിൾ ആണ്.